പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയാണ് MSC ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നൽകുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഡീലിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നൽകുമ്പോഴും ഒക്കെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കുന്ന പല വിഷയങ്ങളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളിലെല്ലാം വരുന്നത് ഇതൊരു സ്വിസ് കമ്പനിയാണ്, ജനീവയിലാണ് ആസ്ഥാനം. ഇത് കേട്ട് നമ്മൾ വിഴുങ്ങണ്ട. ബോഫേഴ്സ് കേസിനുണ്ടായതുപോലെ, HDW അന്തർവാഹിനിക്ക് ഉണ്ടായിരുന്നതുപോലെ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനുണ്ടായിരുന്നതുപോലെ, ഒട്ടാവിയോ കൊട്രോച്ചിക്ക് ഉണ്ടായിരുന്നതുപോലെ MSC ഷിപ്പിംഗ് കമ്പനിക്കും ഒരു ഇറ്റാലിയൻ ബന്ധം. വെറും ബന്ധമല്ല, ഇതൊരു ഇറ്റാലിയൻ ബേസ്ഡ് കമ്പനിയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാം. ഈ കമ്പനി 1970 സ്ഥാപിക്കുന്നത് ഗ്യാലുഗ്ലി അപ്പോന്റെ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ പൗരനാണ്. ഇപ്പോഴും അദ്ദേഹം ഇറ്റാലിയൻ പൗരത്വം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള വിവരം. ഇദ്ദേഹം സ്വിസ് ബാങ്കറായ ഒരു ജൂതന്റെ മകളായ റഫാലെ ഡയാമണ്ടെ എന്ന സ്ത്രീയെ പരിചയപ്പെടുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത്. MSC ഷിപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത്. ആദ്യം മറ്റൊരു പേരായിരുന്നു, പിന്നീടാണ് അത് MSC ഷിപ്പിംഗ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാക്കിയത്. ഇതില് ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ പൗരനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ബെർലുസ്കോണി എന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി നിയോപൊളിറ്റൻ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് സർ ബഹുമതി നൈറ്റ്ഹുഡും ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇറ്റാലിയുടെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള നെപ്പോളിറ്റൻ എന്ന ഇറ്റാലിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ലേബർ എന്ന പരമോന്നത ഇറ്റാലിയൻ ബഹുമതി നൽകി ആദരിച്ചു. ഈ കമ്പനിയെ പറ്റിയിട്ട് മറ്റൊരു വിവരം, ഇസ്രായേലി പക്ഷത്തുള്ള ഒരു ശക്തമായ കമ്പനി എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പാലസ്തീനികളാണ്. അവര് അന്യായമായി ഇസ്രായേലികൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നുവെന്നും അവരുടെ ചരക്ക് നീക്കത്തെ സഹായിക്കുന്നുവെന്നുമുള്ള ഒരു അപഖ്യാതി MSC ഷിപ്പിംഗ് എന്ന കമ്പനിയെ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കമ്പനിയുടെ ഓണർഷിപ്പ് അവരുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ മകൻ ഡീഗോ അപ്പോന്റെ എന്ന ആൾക്ക്. അവരുടെ മകൾ, അവരും ഒരു ഈ കമ്പനിയുടെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു. അലക്സ അപ്പോന്റെ വാഗോ എന്നാണ് അവരുടെ പേര്. അവരുടെ ഭർത്താവും ഇറ്റാലിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ ഈ കമ്പനിക്ക് ഇറ്റാലിയൻ ബന്ധം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പല കാരണങ്ങളാലും സ്വിറ്റ്സർലൻഡിൽ സ്ഥാപിക്കപ്പെട്ട ജനീവ ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനിയുടെ ഉടമസ്ഥർ എല്ലാവരും ഇറ്റാലിയൻ ബന്ധത്തിലുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്ന് പറഞ്ഞതുകൊണ്ട് ഇറ്റാലിയൻ പൗരത്വമുള്ളത് കൊണ്ട് മാത്രം ഇവർക്ക് എല്ലാവർക്കും സോണിയാഗാന്ധിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞതായിട്ട് വരരുത്. പക്ഷേ ഇതിന്റെ ഇപ്പോൾ നടന്ന MSC ഷിപ്പിംഗ് കമ്പനി അദാനിയും തമ്മിലുള്ള ഇടപാടുകൾക്ക് പുറകോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ശ്രീ VD സതീശൻ മംഗലാപുരത്ത് വെച്ച് അദാനിയുടെ നേതാക്കളെ കണ്ടിരുന്നു എന്നുള്ള ഒരു ആരോപണം ഇടതുമുന്നണിയുടെ കൺവീനർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. സതീശൻ അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അദാനി കണ്ടിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദാനിയുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷനിൽ കോമൺ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറയും. പക്ഷേ ഈ ഡീലില് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ശ്രീ KC വേണുഗോപാലാണ് എന്നുള്ളത് ഒരു പ്രത്യേക വസ്തുതയാണ്. കാരണം ശ്രീ KC വേണുഗോപാൽ ശ്രീമതി സോണിയാഗാന്ധിയുടെ എല്ലാ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം വക്താവ്
അതിന്റെ എല്ലാം കാര്യകർത്താവും ശ്രീ KC വേണുഗോപാലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ ഡീലിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ് ശ്രീ KC വേണുഗോപാൽ, ശ്രീ പിണറായി വിജയൻ. ചുരുക്കത്തില് അദാനിയെ എല്ലാവരും ശക്തമായിട്ട് എതിർക്കുമെങ്കിലും അവസാനം അദാനി ഉദ്ദേശിച്ചെടുത്ത് അല്ലെങ്കിൽ അദാനി ഉദ്ദേശിച്ച തൊഴുത്തില് ഇതിനെയൊക്കെ കൊണ്ട് കെട്ടാൻ അദാനിക്ക് അറിയാം, അല്ലെങ്കിൽ അദാനിയുടെ പണത്തിനറിയാം. ഒന്നും കാണാതെ ഈ 13,000 കോടി രൂപയുടെ ഒരു ഡീല് അദാനി സ്വന്തം നിലയ്ക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അത്ര മടയരല്ല അരിയാഹാരം കഴിക്കുന്ന മലയാളി. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വരാനുണ്ട്. പുറത്തോട്ട് വരുമ്പോഴേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കൂ. ഇപ്പോ നമ്മളെ മുമ്പിൽ നിന്ന് MSC കമ്പനിയെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നവരെല്ലാവരും അവര് കെട്ടടങ്ങുമെന്നും ഇത് നമ്മുടെ പഴയ ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞ മാതിരി അദാനി ഈസ് അവർ പാർട്ണർ എന്ന് വളരെ അഭിമാനത്തോടെ പുതിയ സർക്കാരിന്റെ ആൾക്കാരും പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.